ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞമ്മക്കൊരു നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പേര് എനിക്ക് അറിയൂല, കടകപ്പാരാന്നിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ആ മീനുക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മുള്ളൊക്കെ ഉള്ള മീനാണ്. അപ്പം അതിനൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഈ മീനിൻ്റെ പേരറിയുന്നവരൊന്നും എനിക്ക് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ മീനിൻ്റെ പേരെന്താണെന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയായ മീനാണ്. മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്ത് വൃത്തിയാക്കി ചെയ്യുക. മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാം. കണ്ട് ഒന്ന് ചട്ടി എടുത്തിട്ട് വെച്ച് നമുക്ക് മീനൊക്കെ ഒന്ന് കറി വെക്കാം. അതിനുവേണ്ടി ചട്ടിയുടെ അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വെച്ചിട്ട് ചട്ടിയിൽ ഇത്തിരി വെള്ളം വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ. നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് ഇത്തിരി ഉലുവട്ടെടുക്കാം. ഒരു നുള്ളു ഉലുവട്ടിട്ട് ആ ഉലുവ ഒന്ന് അങ്ങോട്ട് മെരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇഞ്ചിട്ടിട്ട് വെളുത്തുള്ളിട്ട് കുറഞ്ഞ് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകിട്ട് പച്ചമുളകൊന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കട്ടോ. നമുക്ക് ലേശം ഉള്ളി അരിഞ്ഞൊരു ഉള്ളിൻ്റെ പകുതിയാണ് കേട്ടോ. ഒന്ന് വാട്ടിയെടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചതാണ്. ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി ഇട്ട്, വലുതാണ് ഒന്ന് മതി, നമ്മൾ പുളി വയ്ക്കുമല്ലോ. ചെറുതായതുകൊണ്ട് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് എല്ലാം കൂടെ ഒന്ന് ആടി വെച്ച് നമുക്കൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതമ്മ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വേഗം വാടി വരും. മഞ്ഞപ്പൊടിക്ക്
ഉള്ളിലേക്ക് ഒന്ന് വാടി വെക്കട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. ആ തക്കാളി ഉള്ളി ഒക്കെ എല്ലാം ഒന്ന് വാടി വെക്കുക. ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ട് നോക്കാം. നമ്മളെ ക്യാമറ ലേശം റെഡി ആയില്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത ചട്ടിയിൽ. ഇതിൻ്റെ മാത്രമേ കാണുന്നില്ല, കാണുന്നില്ല. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ നമുക്കൊരു പച്ചമണം പോലെ വരെ ഒന്ന് ചൂടാക്കിയിരിക്കട്ടോ. ആക്കിയിട്ട് കുറച്ച് പുളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് പുളിവെള്ളം ഒഴിച്ച് വെള്ളം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മീനിട്ട് കൊടുക്കട്ടെ. മസാലയൊക്കെ ഒന്ന് റെഡി ആയതിലേക്ക് മീനൊക്കെ ഒന്ന് ഇട്ടെടുക്കാം. നമുക്കൊന്ന് മസാല മീനെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആക്കിട്ടോ. പക്ഷെ ഒന്നും ചട്ടിയും ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നില്ല, എപ്പോഴാണ് കാണുന്നത്. ക്യാമറ വെച്ച് റെഡി ആയില്ല, അതാണ്. മീനൊന്ന് തിളച്ച് വെക്കാം. അടച്ച് വെച്ച് അതൊന്ന് തിളച്ച് വെക്കാം. നമുക്ക് മീനൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കട്ടെ. തേങ്ങ, 2 ചെറിയ ഉള്ളി, ലേശം വലിയ ജീരകം അതും കൂടെ കൂട്ടിയൊന്ന് നമുക്ക് അരച്ചെടുക്കട്ടെ. ഒന്ന് അരച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലിടാം. അരമുറി തേങ്ങ, 2-3 ചെറിയ ഉള്ളി, ഇത് നല്ല ജീരകം കേട്ടോ. തേങ്ങ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. നമുക്കത് കറിയിലോട്ട് ഒഴിച്ചെടുക്കട്ടെ. നമ്മൾ മിക്സിൻ്റെ ജാറിലുള്ള തേങ്ങയും കൂടെ നമുക്ക് ഒരു വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയെടുക്കട്ടെ. കറിഞ്ഞ് തേങ്ങ പൊഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വെക്കട്ടെ. കറിയുടെ
തേങ്ങയൊക്കെ വെച്ച് കുറച്ചുപ്പും കൂടെ വേണ്ടി ഉപ്പിട്ട് കരിവേപ്പില ഇട്ടെടുക്കാം നമുക്ക്. കറിയും തളിച്ചിട്ട് കറിയൊക്കെ തിളച്ച് തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. വറവിടാം, വറവിടാം. കുറച്ച് വേണ്ടി നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറവിടാം. ഉള്ളിന് മാറ്റിയിട്ട് നമുക്ക് ഒരു റോസ് കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്കധികം പറ്റാത്തവരാണ്, അതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് വരാനായി ഏകദേശമായി വരുന്നുണ്ട്. ഇന്നൊരു റോസ് കളറാകുമ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം. ഉള്ളി ഇവിടെ വരാനായി ഓറ് കരിഞ്ഞു പോകരുത്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മൾ കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നാളെ നല്ല രീതിക്ക് നാളെ